മലപ്പുറം തലപ്പാറയിൽ വാഹനാപകടത്തെ തുടർന്ന് തോട്ടിൽ വീണ യുവാവിനെ ഇനിയും കണ്ടെത്താനായില്ല. യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ജംഷീർ കുടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, യുവാവിനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ ഘട്ടത്തിൽ അസ്ഥാനത്താണ്. എങ്കിലും തെരച്ചിൽ എങ്ങനെ തുടരുന്നു? സൈഫു, തിരച്ചിൽ യുവാവിനായുള്ള തിരച്ചിൽ വലിയപറമ്പ് സ്വദേശിയായിട്ടുള്ള ഹാഷിർ എന്ന 22-കാരനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഈ സമയത്തോടെ ഏതാണ്ട് 6:30 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ദേശീയപാത സമീപത്തുള്ള സർവീസ് റോഡിൽ വെച്ച് കാറും ഈ യുവാവ് സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിലാണ് സമീപത്ത് തോട്ടിലേക്ക് യുവാവ് വീണത്. ആ സമയത്ത് തന്നെ തിരച്ചിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തകരും NDRF ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വ്യാപകമായുള്ള തിരച്ചിൽ നടത്തിയിരുന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തിരച്ചിൽ ഇന്നും തുടരുകയായിരുന്നു. രാവിലെ തൊട്ട് തന്നെ തിരച്ചിൽ തുടരുകയായിരുന്നു. ഇതൊരു വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു വലിയ തോടാണ്. ഈ തോട്ടിൽ പല ഘട്ടങ്ങളിലായി വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ധാരാളം കുഴികൾ താഴെയുണ്ട്. കനത്ത കുത്തൊഴുക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയും ഇടവിട്ടുള്ള മഴയും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ പ്രതികൂലമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാപകമായുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇതുവരെയും യുവാവിനെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ തിരച്ചിൽ ഇപ്പോഴും ഏറെ വൈകിയും ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാരും എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പങ്കുവെക്കുന്നത്. വ്യാപകമായിട്ടുള്ള തിരച്ചിൽ വെള്ളത്തിന്റെ മുകളിൽ ബോട്ട് കൊണ്ടും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ താഴെ മുങ്ങിയുമൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് സേഫ്. ശരി ജംഷീർ.